Children,
ദർശനത്താൽ തന്റെ സ്വന്തം പ്രയത്നത്താൽ ഇവിടെ ആരംഭിച്ചതായ ഈ ആരാധന ആലയം ഒരു പുരുഷായുസ് പിന്നിടുന്നതായ ഈ ഘട്ടമായപ്പോഴേക്കും ആത്മീയമായും ഭൗതികമായും വളരെയധികം വളർച്ച നേടുവാൻ തക്കവണ്ണം ഈ ചാപ്പലിന് കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിന്റെ വലിയ പ്രവർത്തനവും ഈ ദേവാലയം ആരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു ആ പരിശുദ്ധ ദൈവമാതാവിന്റെ ശക്തമായ മധ്യസ്ഥതയുമാണ്. ആദ്യകാലങ്ങളിൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞിട്ട് പലപ്പോഴും യഥാസമയം ആരാധന നടക്കുന്നതിനും മറ്റു ക്രമീകരണങ്ങൾക്കൊക്കെയും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെയും നേരിട്ടിട്ടുണ്ട്. ആ കാലങ്ങളിൽ നടത്തിയതായ വൈദിക ശേഷം വളരെയധികം ഇതിനുവേണ്ടി അധ്വാനിക്കുകയും പാടുപെടുകയും ചെയ്തിട്ടുണ്ട്. വന്യ റബ്ബാച്ചന്റെ ദർശനം ഇന്ന് എല്ലാ രീതിയിലും പൂവണി കാണുന്നതിൽ നമുക്കൊക്കെയും സന്തോഷിക്കാം. പരിശുദ്ധ മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും ശക്തമായ ഒരു പെരുന്നാൾ ആഘോഷമാണ്. എല്ലാ വിശ്വാസികളും പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു. ഓഗസ്റ്റ് 1 മുതൽ ആരംഭിച്ചതായ പരിശുദ്ധ മാതാവിന്റെ നാമത്തിലുള്ളതായ നോമ്പ് സഭയിലെ ബഹുഭൂരിപക്ഷം ആളുകളും വളരെ ഭംഗിയായി കൃത്യമായി ആചരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഈ ചാപ്പലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ കൂടി വരുന്ന ആളുകൾ മാത്രമല്ല, ഈ ദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ പെരുന്നാൾ ആഘോഷം സംബന്ധിക്കുന്നു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവിക്കേണ്ടതായ സംഗതിയാണ്. ജാതിയും മതവും ഒന്നും നോക്കാതെ തന്നെ ഇവിടെ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ഇതിനാവശ്യമായ സാമ്പത്തികമായ കൈത്താങ്ങൾ ഏവരും നൽകുന്നു എന്നുള്ളത് പ്രത്യേകമായി സ്മരിക്കുന്നു. അവരൊക്കെയും ദൈവസ്ഥലത്തിൽ ഈ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശ്രീയോടച്ചനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ദേവാലയത്തിന് വളരെ വിലപ്പെട്ടതായ സേവനങ്ങൾ നിർവഹിച്ചതായ ഒരു വ്യക്തിയാണ്. വളരെ ചെറിയ ഒരു ദേവാലയമായിരുന്ന ദേവാലയത്തിനെ ഇന്ന് കാണുന്ന മട്ടിലും ഭാവത്തിലും ഒക്കെയും ആക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട അച്ഛന്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഒരു വലിയ സ്ഥാനത്തെ ഈ ചാപ്പലിനെ എത്തിക്കാൻ തക്കവണ്ണം കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം എടുത്തു വരേണ്ടതായ സംഗതിയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ കഴിഞ്ഞ പെരുന്നാളുകളൊക്കെയും നമുക്ക് പെരുന്നാൾ ദൂത് നൽകിയ ആളാണ്. അച്ഛനാണ് ഈ പെരുന്നാൾ ദൂത് നൽകാൻ തക്കവണ്ണം എല്ലാവരും മാറുക. അതുകൊണ്ട് അച്ഛന്റെ പോലും അനുവാദം പഠിക്കാതെയും ചോദിക്കാതെയുമാണ് അച്ഛനെ തന്നെ പെരുന്നാൾ ദൂത് നൽകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതും അപ്രകാരം ക്ഷണിച്ചിരിക്കുന്നതും ഒക്കെയും. ബഹുമാനപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് ഈ ദൂതനായി ക്ഷണിക്കുന്നതോടൊപ്പം കടന്നു വന്ന നിങ്ങളെ ഒക്കെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട പള്ളിക്കപ്പുറത്തിലെ പ്രിയാസജ്ജൻ ഈ പെരുന്നാൾ സംബന്ധിക്കാൻ തക്കവണ്ണം ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ കടന്നു വരുവാൻ സമ്മതിക്കുകയും ഈ തന്റെ സാന്നിധ്യം കൊണ്ട് ഈ പെരുന്നാൾ ആഘോഷത്തെ സന്തോഷമാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ലൈജൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. കുറിച്ചി പള്ളിയിലെ സന്ധ്യാനമസ്കാരം കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഓടിയിരുന്നത്. അച്ഛനെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്നതായ ഒരു വ്യക്തിയുടെ ബഹുമാനപ്പെട്ട ഫിലോമോൻ ഷമാസൻ. ഷമാസന്റെ പിതാവ് നമ്മുടെ ഫിലിപ്സി അച്ഛനാണ്. ഫിലിപ്സി അച്ഛൻ കുടുംബം ഇപ്പോൾ അമേരിക്കയിലാണ് പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷമാസൻ തിരുവനന്തപുരം ചേർന്ന് ഇപ്പോൾ തയ്യാറായി താമസിച്ച് തന്റെ വൈദിക പഠനങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഷമാസനെയും എല്ലാ വൈദിക ശുശ്രൂഷയും ഇതുമായി സഹകരിപ്പാൻ കടന്നു വന്ന എല്ലാവരെയും ഈ ചാപ്പലിനുമായി സ്നേഹിക്കുന്ന എല്ലാ സ്നേഹിതരെയും സമീപവാസികളായ ഏവരെയും ഈ രാസ കടന്നു പോകുമ്പോൾ തന്നെ സ്വീകരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നതായ വഴിയോടുള്ള എല്ലാ ആളുകളെയും ഈ പെരുന്നാൾ ആഘോഷത്തിനായിട്ട് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് പെരുന്നാൾ ദൂത് നൽകണമെന്ന് വളരെ ആദരപൂർവ്വം ബഹുമാനപ്പെട്ട ശ്രീയോട് ചട്ടത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വലിയ നാമത്തിലെ വളരെ ആദരണീയരായ വലിയ ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് ഒരിക്കൽ കൂടി മാതാവിന്റെ പെരുന്നാളോടനുബന്ധിച്ച് ഈ ചാപ്പലിൽ വരുവാനും സ്വല്പസമയം നിങ്ങളോട് സംസാരിക്കുവാനും ലഭിച്ച അവസരത്തെ ഓർത്ത്
ഞാൻ ദൈവത്തെ ആദ്യമേ ഓർക്കുന്നത്. വാസ്തവത്തിൽ ഇത് 6ാമത്തെ വർഷമാണ് ഞാൻ ഈ പെരുന്നാൾ ദൂതനായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇത് പ്രസംഗത്തിൻ്റെ മേൽകൊണ്ടൊന്നുമല്ലെന്നൊക്കെ എനിക്കറിയാം. ബഹുമാനപ്പെട്ട വാഴയിലൊക്കെ എന്നോട് കാണിക്കുന്നൊരു ഔദാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ പരിചയക്കാരെയൊക്കെ ഒന്ന് കാണുവാനും ഒരു ഓർമ്മയൊക്കെ പുതുക്കാനായിട്ടുള്ള അവസരം ബഹുമാനപ്പെട്ട അച്ഛന്മാരെ എനിക്ക് ഒരുക്കി തരുന്നതെന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ പലരുടെയും വളർന്നുപോയി. അവരുടെയൊക്കെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. പണ്ടൊക്കെയാണ് കുറച്ച് പേരുടെയൊക്കെ പേരുകളൊക്കെ അറിയാനായിട്ട് സാധിക്കും. എന്നാലും ഞങ്ങൾ അച്ഛന്മാരൊക്കെ സമ്മതിച്ചിരിക്കുന്നത് പേരൊന്നും അറിയാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ സമ്മതിച്ചിരിക്കുകയില്ല. എന്നോട് ചോദിച്ചാൽ എനിക്ക് എല്ലാവരെയും അറിയാം എന്നുള്ള ഒരു ഭാവമാണ് എനിക്ക് ഉള്ളത്. നമ്മുടെ വാഗ്ദാനം വലിയപള്ളി അല്ലെങ്കിൽ പുതുപ്പള്ളി വലിയപള്ളിയൊക്കെ പോലുള്ള പള്ളികളിലെ ഒരുപക്ഷെ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടുവാനായിട്ടും ഓർക്കുവാനായിട്ടും സാധിക്കാതെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവിടെ ചിലപ്പോൾ മാമോദീസായി വന്നതിന് ശേഷം കല്യാണത്തിന് വരുന്നവർ കാണും. അതുപോലെ തന്നെ ആഴ്ച വരുന്നവർ കാണും. ഗോളിയാഴ്ച യേശുവിനെ കുരിശിച്ചുകൊണ്ടറിയാനായിട്ട് വരുന്നവർ കാണും. പിന്നെ പെരുന്നാൾക്ക് ദിവസം മിനുങ്ങി വികാരിയച്ഛനെ എങ്ങനെ നടക്കുന്നത് കാണാനായിട്ടൊക്കെ വരുന്നവരൊക്കെ കാണും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും വലിയ പള്ളികളിലൊക്കെ എല്ലാവരെയും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും എന്നാലും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിലും ഇടവക്കായി ഞങ്ങൾ മാത്രം മന്ത്രി റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾ ഒത്തിരി വീടുകൾ സന്ദർശിച്ചതും ഞങ്ങൾക്ക് എല്ലാവരെയും അറിയാമെന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. സത്യമായിട്ടാണോ അളവായിട്ടാണോ അറിയത്തില്ല. എന്നാലും ഞങ്ങൾ കുറയ്ക്കുകയും പക്ഷെ അതിൻ്റെ കൂടുതൽ അച്ഛൻ്റെ ഒരു അബദ്ധം പറ്റിയിട്ടാണ് ദൂരെയുള്ള അച്ഛൻ ഇവിടെ ഒരു അച്ഛൻ കേട്ടോ അല്ലെ ഉള്ള മനുഷ്യനെ ഏതെങ്കിലും അച്ഛൻ്റെ അടുത്ത് രൂപവും കിട്ടിയാൽ ഉടനെ തിരക്കി പോകും. അച്ഛൻ്റെ ഏതെങ്കിലും ഒരു കുറവുകളാണ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു വിലകിയത് ഏതെങ്കിലും ഒരു അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ചൊക്കെ വ്യാഖ്യാനിക്കുന്ന നമ്മുടെ ഓർത്തഡോക്സുകാരുടെ ഒരു പ്രത്യേക സവിശേഷതയൊക്കെയാണ്. ഒരച്ഛനെ ഒരു പള്ളിയിൽ ഇങ്ങനെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. അവിടെ ബഹുമാനപ്പെട്ട ഇടവോത്ര ഒരിക്കൽ സന്ദർശനത്തിന് ഞായറാഴ്ചയാണ് വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞു ഇടവോത്ര പള്ളി കൊണ്ടിരിക്കുക. സാധാരണക്കാരായിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ പോയി കാണും. തിരുവനന്തപുരം യാത്രയൊക്കെ പറയുന്നത് സന്തോഷമാണ്. അപ്പോൾ ഈ സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇങ്ങനെ പലരും നിൽക്കുന്നത് കണ്ടപ്പോഴേ അവിടെ മധ്യവയസ്കനായ ഒരു സ്ത്രീ അവിടെ മാറി നിൽക്കുന്നത്. അപ്പം തിരുവേലിക്ക് അവരെ കണ്ടപ്പോൾ ഏതാണ് തിരുവേലിക്ക് വേണ്ടി പരിചയമില്ല. ഇവർ കുറച്ചു നേരമായിരുന്നു നിൽക്കുന്നത്. അച്ഛൻ്റെ രഹസ്യം വിളിച്ചിട്ട് അച്ഛാ ആ ആളുടെ പേരെന്താണ്? വാസ്തവത്തിലെ വികാരിക്ക് അറിയത്തില്ലായിരുന്നു. വികാരിക്ക് ശരിക്കും ആളെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തിരുവേലി എന്ന് ധരിക്കും. ഇടവയിൽപ്പെട്ട ഒരു സ്ത്രീക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തിരുവേലി എന്ന് ധരിക്കുന്നത് കൊണ്ട് മുന്നിൽ പറഞ്ഞു. അതെ തിരുവേലി നമ്മുടെ ആരംഭമേലെ കറിയാച്ചൻ്റെ ഭാര്യ മറിയാമ്മയാണ്. തിരുവേലി ഉള്ള മറിയാമ്മയ്ക്ക് വരാൻ പറഞ്ഞു. മറിയാമ്മൊന്നും പാതി മറിയാമ്മ തിരുവേലി എൻ്റെ പേര് സാറാമേ എന്നാണ്. തിരുവേലിക്ക് തെറ്റുപറ്റിയതായിരിക്കും എന്ന് മറിയാമെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും തിരുവേലി ചോദിച്ചു ആ സ്ത്രീ എന്താ പറയാമേ സൗഖ്യമാണോ? അതെ തിരുവേലി സൗഖ്യമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ തിരുവേലി ഓർമ്മിപ്പിച്ച് തിരിച്ചുള്ളൊരു ചോദ്യം സാറാമേ മക്കളൊക്കെ ഉപയോഗിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പോഴേ ആ സാറാമ പറഞ്ഞു അയ്യോ എനിക്ക് മക്കളില്ലല്ലോ തിരുവേലി പഴുതല്ലോ. തിരുവേലി ആ പാടെ ഒന്ന് പഴുതു. പക്ഷെ തിരുവേലി പിടിവിട്ടില്ല. തിരുവേലി ചോദിക്കാം എന്താ സാറാമേ നാട്ടിലൊക്കെ പോകാറുണ്ടോ എന്ന് ചോദിച്ചു. തിരുവേലി എൻ്റെ വീടും എൻ്റെ കെട്ടിച്ച വീടും തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ പോകേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം തിരുവേലി റൂട്ട് മാറ്റി സെന്റിമെന്റ്സ് പിടിച്ചേക്കാമെന്ന് ചോദിച്ചു. അതാണല്ലോ ഇന്നത്തെ ഒരു വലിയ ആളെ തിരുവേലി സാറാമ ഇതൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചു. അപ്പൊ തിരുവേലി സാറാമ പുള്ളിക്കാരൻ മരിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. അപ്പൊ
സ്ത്രീ പറഞ്ഞാണ്, ഞാൻ കേട്ടേ ഇവിടെ അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അച്ഛന്മാരെ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ ഇറക്കി ഈ ഇളവുകളൊക്കെ മരിച്ചുകൊണ്ടു അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊക്കെ വരും. അതൊക്കെ പോലെ ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നു. കയ്യിൽ 1 കോടി 100 രൂപ എൻ്റെ കയ്യിൽ ചോദ്യമാണ്. ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ 100 100 രൂപ തരുന്നതായിരിക്കും. വളരെ സൂക്ഷിച്ചിരിക്കുന്നു. ചോദ്യം ഇതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലിയെ കുറിച്ചാണ് പറയുന്നത്. ആ വംശാവലിയെ കുറിച്ച് വളരെ സംശയിച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ പറയുന്നത്. എന്നാൽ മറിയാമിന്റെ പേരും ജോസഫിന്റെ പേരും പറഞ്ഞതിനും കൂടെ വേറെ 4 സ്ത്രീകളുടെ പേര് പറയുന്നുണ്ട്. അവരുടെ പേര് പറയാവുന്നതാണ്. ഈ 4 പേര് ഇന്നലെ ഇവിടെ വേദോത്സവം വായിക്കുന്നത് ഞാൻ ഓർമ്മ തിരികെയാണ്. ജോലി വന്നത് യൂദായുടെ പുസ്തകം എടുക്കാൻ യൂദായുടെ പുസ്തകം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു തപ്പുകയാണ്. കാരണം തപ്പിടിക്കില്ല, നമ്മൾ ആരും കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഞാൻ ഓർമ്മ വന്നിട്ട് ഇവിടെ വന്നിട്ട് അപ്പോൾ 4 പേരുകള് താമാർ, രാഹാബ്, രൂത്ത്, ബേത്ശേബ. ഈ സ്ത്രീകൾ ആരാണ് വാസ്തവത്തിൽ? എന്താണ് ഇവരുടെ പ്രാധാന്യം? ബാക്കിയെല്ലാം പുരുഷന്മാരുടെ പേരുകളാണ് പറയുന്നത്. ഇന്നാരെ ഇന്നാരെ ജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാലേ ഇവിടെ പറയുന്നത് ഇന്നാരിൽ കൂടെ ഈ സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ട് അവരിൽ കൂടെ ഇന്നയാളെ ജനിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ എന്ന പ്രത്യേകത. ഈ 4 സ്ത്രീകളും ഉന്നത കുറഞ്ഞ ആളുകളോ ആഭിജാത്യമുള്ളവരോ വലിയ സമൂഹത്തിലെ ഉന്നത നിലവാരമൊന്നും പുലർത്തിയതൊന്നുമല്ല. എന്നിട്ടും ലോകരക്ഷകനായ മശിഹായുടെ വംശാവലിയിൽ പരിശുദ്ധ മാതാവിന്റെ പേരുകളോടൊപ്പം തന്നെ പൂർവ്വ മാതാക്കളായി ഇവരുടെ പേരും എണ്ണപ്പെട്ടു എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം. നവ്യാവകാശം നമ്മൾ കാണുന്നുണ്ട്. മൂടുപടം വഴിപോതിരമിവയാൽ താമാർ വിജയം സമ്പാദിച്ചു. വീണ്ടും താമാർ ഉത്തമയായി 3-ാം ദാവീദുന്നതനായി. അച്ഛൻ്റെ സമയം അതിലെടുക്കുന്നു ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഈ താമാർ ആരാണെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം നമ്മുടെ സവിസ്തരം വായിക്കുകയാണെങ്കിൽ താമാറിനെ കുറിച്ച് നമുക്കറിയാം. യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ യാക്കോബിന്റെ ഒരു പുത്രനായ യഹൂദായെ കുറിച്ച് ഈ വംശാവലിയിൽ പേരെടുത്ത് പറയും. യഹൂദായെ 1-ാം അധ്യായം 3-ാം ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു. യഹൂദ താമാരിൽ നിന്ന് പാരസിനെയും ഷാരിനെയും ജനിപ്പിച്ചു എന്ന് പറയും. വാസ്തവത്തിൽ യഹൂദ നേരത്തെ ശൂവ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചത്. അതിൽ അദ്ദേഹത്തിന് 3 മക്കളുണ്ടായിരുന്നു. ഏലം, ഓനാൻ, അതുപോലെ ശേഖ. ഈ 3 ആൺമക്കള് ഇയാൾക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യപുത്രനായിരുന്ന ഏലിന്റെ ഭാര്യയായിരുന്നു ഒരു കനാനീയ സ്ത്രീയായ താമ. അദ്ദേഹത്തിന്റെ മൂത്തപുത്രനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച ഒരു കനാനീയ സ്ത്രീയായിരുന്നു താമ. എന്നാൽ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തുകൊണ്ട് ഏത് പെട്ടെന്ന് മരിച്ചു. അപ്പൊ പിന്നെ അദ്ദേഹം ചെയ്തു 2-ാമത്തെ പുത്രനായ ഓനാന് ഈ താമാറിനെ ഭാര്യയായി ശ്രദ്ധിക്കണം. ഞാൻ ചോദ്യം ചോദിക്കട്ടോ മോനെ, ഇടയ്ക്ക് നിന്നോട് ചോദ്യം ചോദിക്കട്ടോ. 2-ാമത്തെ പുത്രനായ ഓനാനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഓനാൻ അവൻ മരിച്ചു. അപ്പൊ പിന്നെ 3-ാമത്തെ പുത്രൻ ശേഖ, അവൻ ചെറുപ്പക്കാരൻ. അപ്പൊ താമാറിനെ വീണ്ടും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മുടെ യഹൂദ പറഞ്ഞു, കാര്യം ചെയ്യും, നീ നിന്റെ വീട്ടിൽ പോയി താമസിച്ചു, ഇവര് പ്രായമാവും, ഞാൻ നിന്നെ കൊണ്ട് തന്നെ കിട്ടിച്ചേക്കാവുന്നു. അപ്പൊ ഇങ്ങനെ ഇവരുടെ പ്രായമായി വന്നപ്പോഴാണ് ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും. എന്താണോ ഇയാൾ ഒരു കാര്യം ചിന്തിച്ചു, എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് ബുദ്ധിമോശ കാണിക്കുന്നതുകൊണ്ട് ഇവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചില്ല. അത് സാധാരണ മനസ്സിലിങ്ങനെ വളരെ ദുഃഖമായിട്ട് പ്രതികാരമായിട്ട് ഇരിക്കുക. താമാറൊക്കെ താമസിക്കുന്ന സന്ദർഭത്തിലാണ് മനസ്സിലാക്കുന്നത് യഹൂദ ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നത്. യഹൂദ യാത്രയ്ക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ വഴിക്ക് വെച്ച് ഈ താമാർ
വേശ്യാസ്ത്രീയുടെ രൂപത്തിൽ ഒരു സ്ഥലത്ത് യഹൂദ പോയപ്പോൾ ഒരു വേശ്യാസ്ത്രീ ഇരിക്കുന്നവരുണ്ട്. അയാൾക്ക് അതിരുത്തായി അതിന്റെ ഭാര്യയാണെന്നൊന്നും മക്കളുടെ ഭാര്യയായിട്ടുള്ള ആളാണെന്ന് അറിയുന്നില്ല. മൂടുപടമൊക്കെ ഇരിക്കുന്നു. അവിടെ അതിർത്തിയായിട്ട് അവളോട് പറഞ്ഞു, നിന്നെ ഞാൻ പരിഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പറഞ്ഞു. അവള് ചോദിച്ചു, എന്നാ പ്രതിഫലം ചോദിച്ചാൽ വേശ്യാസ്ത്രീ ചോദിച്ചാൽ ആദ്യമേ പ്രതിഫലമില്ലാതെ. അപ്പൊ പറഞ്ഞാൽ പോരാളിനെ കൂടുതൽ തയ്യാറുള്ളൂ. അന്ന് ആളുകളൊക്കെ വലിയ വലിയുള്ള കേട്ടോ. ഇന്നാണ് അവർ മൊബൈൽ ഫോണൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അന്ന് ആളില്ല, പോരാളിനാണ് വരുന്നത്. ഞാൻ പോരാളിന് കൂടുതൽ തയ്യാറാം എന്ന് പറഞ്ഞു. അപ്പൊ താമര റിവ്യൂ ചെയ്തു. അവരുടെ അദ്ദേഹത്തിന്റെ പരിഗ്രഹിച്ചു. അതിനുശേഷം അവൾ ഗർഭിണിയായി അത് പോയിച്ചു. കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ യഹൂദാക്കി എന്നറിയാമോ, ആട്ടുകുട്ടിയെ കൊടുത്തു കുട്ടി ആളെ തിരക്കി വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീ ഇല്ല, ഇങ്ങനെ ഒരു വേശ്യ സ്ത്രീ ആ സ്ഥലത്ത് കാണുന്നത്. അപ്പോഴാണ് താമാറിന്റെ ഗർഭിണി. അദ്ദേഹം അതിനിടയ്ക്ക് മനസ്സിലാക്കി തന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നല്ലോ, അവളെ ചുറ്റുകളയണം, നശിപ്പിച്ചു കളയണം, ജീവിച്ചു കളയണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അവൾ തന്റെ അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം കൊണ്ടായിരുന്നു, ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. പോരാട്ടെ കൊടുത്തയക്കുന്നത് വരെ യഹൂദായുടെ മോതിര ചരടും പടിയും അവിടെ വെക്കണമെന്ന് പറഞ്ഞു. ഈ 3 സാധനങ്ങളെ അവിടെ മേടിച്ചു വെച്ചതിന് ശേഷമാണ് യഹൂദായ അവിടെ വിട്ടത്. ആടിനെ കൊടുത്ത് വിട്ടിട്ടും ഈ ആളില്ലാഞ്ഞതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഏതോ സ്വഭാവ പുരുഷത്തിൽ ബുദ്ധിയുണ്ടായതാണ് തെറ്റിദ്ധരിച്ച് അതിന്റെ തന്നെ കുടുംബത്തിലും അല്ലെങ്കിൽ അപ്പനോ ആയിരിക്കുന്ന യഹൂദ അവിടെ നശിപ്പിക്കാനായിട്ട് ചിന്തിക്കുന്ന ഈ സന്ദർഭത്തില് താമാർ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ അദ്ദേഹത്തിന്റെ മോതിരവും വടിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മോതിരം ചരടും. അതാണ് താമാർ ഉത്തമയായി ഈ 3 കാര്യങ്ങളാൽ താമാർ ഉത്തമയായി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് താമാർ. അതുപോലെ തന്നെ രാഹാബിനെ കുറിച്ച് പറയുമ്പോഴും ഇസ്രായേൽക്കാർ കനാൻ ദേശത്തിൽ പ്രവേശിക്കുമ്പോൾ എറിയോ പട്ടണം പിടിക്കാനായി ഉറ്റുനോക്കുന്നതിനായിട്ട് 2 എബ്രായക്കാരെ അയച്ചിരുന്നു. ഈ ഉറ്റുകാരെ സൽക്കരിച്ച് നഗരവാസികളെ ദൈവം രക്ഷിച്ചൊരു വേശ്യാസ്ത്രീയാണ് രാഹാബ്. അവർ 2 പേരും വേശ്യാസ്ത്രീകൾ. ആ 2 പേരുടെ പേരുമാണ്. 3-ാമത്തെ രൂത്തിനെ കുറിച്ച് നമുക്കറിയാം, ഒരു മോവാബി സ്ത്രീ ആയിരുന്നു. മോവാബെ ദേശത്തെ ക്ഷാമം ഉണ്ടായ കാലത്തെ അവരുടെ ഭർത്താവ് മരിച്ചു. അങ്ങനെ രൂത്ത് തന്റെ അമ്മാവിയോട് കൂടി യഹൂദയിലേക്ക് മടങ്ങി ബോവാസിനെ ആളെ വിവാഹം കഴിച്ചു. ഈ രൂത്തിന്റെ മകനായ ഓബേദായിരുന്നു നമ്മുടെ ദാവീദിന്റെ വല്യപ്പൻ. അതുകൊണ്ട് രൂത്തിന്റെ പേര് അവിടെ വരുന്നുണ്ട്. പിന്നെയാണ് ബത്ശേബയെ കുറിച്ച് നമുക്കറിയാം, പട്ടാളക്കാരനായിരുന്ന ഊരിയാവിന്റെ ഭാര്യയാണ്. കണ്ടാൽ സുന്ദരിയാണ്. ഇവരുടെ സൗന്ദര്യത്തിൽ ആകർഷണമായിട്ടാണ് ദാവീദ് രാജാവ് അവരുടെ ഭർത്താവിനെ ചതിയിൽ കൊന്ന് ബത്ശേബയെ ഭാര്യയായിരുന്നു. നമുക്ക് എന്റെ ചിന്താവിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 4 സ്ത്രീകളും സമൂഹത്തിലെ അപ്രധാനങ്ങൾ മാത്രമായിരുന്ന ഈ 4 സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇവരുടെ പേര് കർത്താവിന്റെ വംശാവലിയിൽ ചേർത്തു എന്നുള്ളത് നമ്മൾ ഗാഠമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ പ്രധാന പ്രസംഗ വിഷയം ദൈവരാജ്യം എന്നുള്ളതാണ്. ഈ ദൈവരാജ്യത്തിന്റെ ഘടനയിൽ ജാതി, മത, ഉച്ചനീച, സ്ത്രീ പുരുഷ വിവേചനത്തിലുള്ള അതിർവരമ്പുകൾ ഒന്നും തന്നെയില്ല. ഇങ്ങനെയുള്ള വിവേചനങ്ങളും അതിർവരമ്പുകളും ഒക്കെ കേവലം മനുഷ്യൻ അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മെസ്സിയ തമ്പുരാൻ തനിക്ക് ജനിക്കുവാനായിട്ട് പുരുഷ സ്പർശം ഏറ്റിട്ടില്ലാത്ത മറിയാം എന്ന കന്യകയുടെ ഗർഭപാത്രമാണ് തന്നെ. യേശു ദൈവത്തിന് എങ്ങനെ വേണമെങ്കിൽ ലോകത്തേക്ക് അവതരിക്കാം, ഏത് രീതി വേണമെങ്കിലും ദൈവത്തിനെ ഇവിടെ ജാതി ചെയ്യാം. പക്ഷേ പുരുഷ സ്പർശമേക്കാത്ത ഒരു കന്യകയുടെ ഗർഭപാത്രത്തിൽ കൂടെ ഈ ലോകത്തിലേക്ക് ദൈവം കടന്നു ദൈവത്തിന്റെ പുത്രനെ അയക്കുകയാണ്. അങ്ങനെ യഹൂദ പാരമ്പര്യത്തിൽ അതുവരെ പുരുഷ മേധാവിത്വത്തിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന സ്ത്രീത്വം അല്ലെങ്കിൽ സ്ത്രീ വിമോചിതയാകാനാണ് ഉണ്ടായത്. പഴയ നിയമ പാരമ്പര്യങ്ങളെ അതിജീവിക്കുന്ന ഒരു സ്ത്രീ വിമോചന പ്രദേശത്തോടു കൂടിയ ദൈവഭവനത്തിന്റെ പിറവിയാണ് യേശു ക്രിസ്തുവിൽ കൂടെ ആരംഭിച്ചത്. അതിന് നിമിത്തമായി തീരാൻ ഭാഗ്യം ലഭിച്ചത് പരിശുദ്ധ അമ്മയ്ക്ക്. കർത്താവ് കൽപ്പിച്ചു, ദൈവവിഷ്ടം ചെയ്യുന്നവരാണ് എന്റെ സഹോദരനും എന്റെ സഹോദരിയും മാതാവ്. അതുപോലെ തന്നെ നമുക്കറിയാം, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിലെ കർത്താവിന്റെ കൂടെ പുറകാതിക്കാര്, സമൂഹത്തിൽ നിന്നിരുന്ന് കഴിഞ്ഞവര്, പരിത്യക്തരെ, ആരംഭഹീനരായ സ്ത്രീകളുമൊക്കെ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശുവുമായി
ഭണ്ഡാരത്തിൽ കാശിട്ട ദരിദ്രിയായ വിധവയുടെ വഴിപാടിനെ കർത്താവ് ശ്ലാഘിക്കുന്നു. വ്യഭിചാര പ്രവർത്തനത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ തന്റെ മുമ്പിൽ വെച്ച് എറിഞ്ഞു കൊല്ലുവാൻ ശ്രമിച്ച കല്ലെടുത്തവരോട് നിങ്ങളിൽ പാവമില്ലാത്തവരോടെ ഒന്നാമത് കണ്ണു തീരട്ടെ എന്ന് തന്റെ ഇടത്തൂടെ ആജ്ഞാപിച്ച തമ്പുരാനാണ്. ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കുരിശിൻ ചുവട്ടിൽ വരെ മറിയാമിനോടൊപ്പം അന്നത്തെ സാധാരണക്കാരൻ പരിത്യക്തരും നിന്ദിതരും അവഗണിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിരുന്ന അനേകം സ്ത്രീകൾ യേശുവിന്റെ കുരിശിനെതിരെ സമീപം ധരിച്ചത്. കർത്താവിന്റെ ഉയർവും ആദ്യമായി മനസ്സിലാക്കുന്നത് സ്ത്രീകളാണെന്ന് നമുക്കറിയാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നാം മാതാവിനെ കുറിച്ച് പഠിക്കുകയും മാതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീത്വത്തിന്റെ മഹത്വവും അമ്മയുടെ പ്രാധാന്യം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അമ്മ എന്ന് പറയുന്ന രണ്ടക്ഷരം എത്ര മനോഹരമായ ഒരു അക്ഷരം, രണ്ട് വാക്കാണ് എന്നുള്ളത് ലോകത്തിനെ മനസ്സിലാക്കി കൊടുത്തത് അനേകമറിയ ദൈവപുത്രനെ തന്റെ ഗർഭപാത്രത്തിൽ വഹിച്ച ആ നിമിഷം മുതൽ അമ്മ എന്ന് പറയുന്ന ആ വാക്കിന് വളരെ വിലയുണ്ടാവുകയാണ്. നമുക്കറിയാം, സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ മനുഷ്യന്റെ പഠനത്തിന്റെ മാധ്യമം ആയി മാറിയ സ്ത്രീ മനുഷ്യന്റെ ഉദ്ധാരത്തിനും മാധ്യമമായി മാറുന്നു എന്ന് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവം ബാബിനോട് കൽപ്പിച്ചു, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇതിൽ നിന്ന് പറഞ്ഞ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ പറഞ്ഞ ഒരു വലിയ മെസ്സേജ്. സ്ത്രീയുടെ കുറവ് കൊണ്ട് മനുഷ്യകുലത്തിനുള്ള കുറവ് പരിഹരിക്കാനായിട്ട് ദൈവം സ്ത്രീയിൽ കൂടെ തന്നെ പ്രവർത്തിച്ചു. ഇവിടെയാണ് കന്യകമറിയാമിന്റെ പ്രസക്തി. ഇവിടെയാണ് മാതാവിനോടുള്ള നമ്മുടെ മധ്യസ്ഥതയുടെയും നമ്മുടെ പ്രാർത്ഥനകളുടെയും ഒക്കെ പ്രസക്തി. ഇന്ന് നാളെയുമായിട്ട് മാതാവിന്റെ വാങ്ങിപ്പോയിരുന്നാണ് നമ്മൾ ആചരിക്കുന്നത്. മാനവരക്ഷാ ചരിത്രത്തിലെ പ്രധാന വ്യക്തി യേശു ക്രിസ്തു തന്നെയാണ്, സംശയമില്ല. എന്നാൽ കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിൽ സജീവ സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഏറ്റവും കൂടുതൽ ഭാഗമാക്കാൻ സാധിച്ചത് കന്യകമറിയാം അമ്മയാണ്. സുവിശേഷങ്ങളിൽ മറിയാമിനെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ വളരെ കുറവാണ്. സുവിശേഷങ്ങൾ കുറവാണെങ്കിൽ പുറത്തം നോക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 14-ാം വാക്യത്തിലൂടെ നമ്മൾ മാത്രമേ മാതാവിനെ കുറിച്ച് പറയുന്നുള്ളൂ. അത് പറഞ്ഞ മാതാവ് കർത്താവ് സംസ്കാരം ചെയ്ത ശേഷം ആദിമ സമയത്ത് അപ്പോസ്തലന്മാരോട് ചേർന്ന് മറിയാം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സംഭവത്തെയാണ് ഓർമ്മിക്കുന്നത്. മറിയാമിന് ഒരു വലിയ പ്രത്യേകതയായി നിങ്ങൾ ഓർമ്മിക്കാനായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ, മൗനം ഇഷ്ടപ്പെട്ടിരുന്ന സ്ത്രീയായിരുന്നു. അധികം സംസാരിക്കുന്നതായിട്ട് തിരുവചനം പറയുന്നത്. ഇന്നത്തെ സ്ത്രീകൾക്ക് എല്ലാവരും മാതൃകയാണ്. അധികം സംസാരിക്കാതിരിക്കുന്നത് കന്യകമറിയാം അധികം സംസാരിച്ചിരുന്നില്ല എന്നൊന്ന് മനസ്സിലാക്കും. ദൈവത്തിന്റെ ഇഷ്ടം, അത് കർത്താവിന്റെ ജീവിതം നിശബ്ദതയോടെ നിർവഹിച്ചവളാണ് കന്യകമറിയം. ആ നിലയിൽ അമ്മ നമുക്ക് മാതൃകയാണ്. പല വീടുകളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സംസാര രീതിയിലൊക്കെ ഞാൻ എന്നാ പറഞ്ഞാൽ അച്ഛാ എൻ്റെ നാട്ടിൽ മുകളിൽ നിൽക്കുന്ന അവസാനം മത്സ്യത്ത് പറഞ്ഞാൽ 12 മണിക്ക് തീരുമ്പോൾ അവിടുത്തെ കുടുംബായിയോട് എന്നാ പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ മുകളിൽ ഇത്രയും വലിയ നാട്ടിലോട് ഞാൻ ഇതെന്നെ മുകളിൽ നിൽക്കുന്ന നാട്ടിൽ വാസ്തവത്തില് നമ്മുടെ വാസ്തവത്തില് കന്യകമറിയാമിന്റെ പെരുന്നാൾ ഞാൻ നിങ്ങൾ ആചരിക്കുമ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം സ്വീകരിക്കാവുന്ന വലിയ മാതൃകയാണ് നിശബ്ദത, മൗനം. യഹോവ മിണ്ടാതിരുന്ന ദൈവം പറഞ്ഞു. യഹോവ നല്ലതെന്ന് വിധിച്ചത്. അല്ലാതെ നമ്മൾ വെള്ളം വെച്ച ഒന്നുമല്ല വാസ്തവത്തിൽ ദൈവത്തെ മനസ്സിലാക്കുന്നത്. സൈലൻസർ പോലെ സ്വന്തയുമായ കുറെ ദൈവദാസന്മാരുണ്ട്. ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഇപ്പൊ വളരെ കുറവാണ്. മറ്റേ ഇവിടെ പോയാൽ മണികളിലാണെന്ന് എവിടെ ചെന്നാലും വളരെ വലിയ ഇത് കേൾക്കണം. ഇവര് വാസ്തവത്തിൽ പറയും വലിയ റിസോഴ്സിന് വേണ്ടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കില്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചോദിച്ചിരിക്കാൻ ഇവര് തല്ലേക്കായി ഗ്ലോറിയൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരുമേനി ചോദിച്ചിരിക്കണം. തിരുമേനി
നല്ല കാര്യം പറഞ്ഞിട്ടുള്ള ഈ സ്തോത്രം പറയുന്നില്ല. അത് ഇവർ കഴിഞ്ഞ 32 വർഷക്കാലം ഇത് ചെയ്തതിന് അനീതിയായും ഇങ്ങനെ തോന്നിവാസം ചെയ്തതിന് സ്തോത്രവും പറയുന്നു. അതാണ് ശരിയായ രീതിയിൽ തന്നെ ക്രിസ്തുമസ് തിരുമേനി മർത്തോമായിട്ട് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു നോക്കിയാണ് ജീവിക്കുന്നത്. വാസ്തവത്തില് ബഹളം വെച്ച് ജനശക്തി ആകർഷിക്കുവാൻ ശ്രമിക്കുന്നത് പലരും അല്പാത്മാക്കൾ, ദുരാത്മാക്കൾ, ആത്മാവില്ലാത്തവർ തന്നെയാണ്. യാതൊരു സംശയം. കാരണം പരിശുദ്ധാത്മാവ് കന്യകമറിയാമിൽ പ്രവർത്തിച്ചപ്പോൾ കന്യകമറിയാം നിശബ്ദതയോടുകൂടി പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ തിരികെ തന്റെ ജീവിതത്തിൽ പരിപൂർണമായിട്ട് നടപ്പിലാക്കുവാനായിട്ട് ശ്രമിച്ച ഒരു വലിയ അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആവാസം എന്ന് പറയുന്നത് ബഹളം വെച്ചുകൊണ്ട് ഓടി നടക്കുന്നത് ഒരിക്കൽ മാത്രം പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്തിൽ അവതരിക്കാതെ സ്ത്രീകന്മാരുടെ പേര് അവതരിച്ചത് നമുക്കറിയാം. 2 വാക്കുകളെ കുറിച്ച് നമുക്ക് ആശയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, 10 മിനിറ്റ് കൂടുതൽ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പുസ്തകം പോലെ ശരി അച്ഛൻ ഞാനോട് അതുപോലെ അടുത്തെടുക്കാം. പിന്നെ അച്ഛനെ വിളിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ അടുപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ അറിയാമോട് പറയുന്നത് അവന്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇതാണ് അമ്മയോടുകൂടെ അവന്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇത് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും. പിന്നെ ഇന്നലെ വേദോത്സവം പറയാം അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയും യാചിക്കേണ്ടത് പറയുന്നത് എന്ത് മോശമാണ്. ഇന്നലെ വേദോത്സവം എടുത്തുകൊണ്ട് നടന്നോ പറയാം. എന്തിനാ കന്യമൃത്തം പറയാം അവരോട് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞതായിട്ട് അമ്മ പറയുകയാണ്, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, വലിയ കാര്യങ്ങൾ ശക്തനായവൻ എനിക്ക് ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കർമ്മ തലമുറ തലമുറയോടിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവം. ഞാൻ നിങ്ങളും അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയുള്ള വാങ്ങിപ്പോരുന്നാളായിരിക്കും. അമ്മ നമ്മളോട് പറയുന്നു, അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കർമ്മ തലമുറ തലമുറയോടിരിക്കും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകർമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും മധ്യസ്ഥയിൽ ശരണപ്പെട്ടുകൊണ്ട് സഭയുടെ പഠിപ്പിക്കൾക്ക് വിധേയമായിട്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവകർമ്മ നമുക്കുണ്ടാകും. അനന്തര തലമുറ അനുഗ്രഹിക്കപ്പെടും. യാതൊരു സംശയമില്ല. സർവശക്തനായ ദൈവത്തിന്റെ ഇന്നും അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയെ ശരണപ്പെട്ടുകൊണ്ട് ഈ പെരുന്നാൾ ആചരിക്കുന്ന അനേകം ആൾക്കാർ നമ്മുടെ പെരുന്നാൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാളാണ്. നമ്മുടെ മനുഷ്യൻ ഏറ്റവും അനുഗ്രഹപ്രദമാണ്. ധാരാളം ആൾക്കാർ ചുറ്റുപാടുള്ളവരും നമ്മുടെ സ്ത്രീകളോ മരുമകളോ എല്ലാവരും ഈ പെരുന്നാൾ വരികയും അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അവരുടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥലത്ത് നമുക്ക് ചാപ്പല് ഭംഗിയായ രീതിയിൽ അനുവദിച്ചത് അമ്മയുടെ കാരണമുണ്ടാണ്. അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയെ ശരണപ്പെട്ടുകൊണ്ട് ഇന്ന് നാളെ നടത്തുന്ന പെരുന്നാൾ നമ്മുടെ എല്ലാ ഭവനങ്ങൾക്കും അനുഗ്രഹം ലഭിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കട്ടെ. ലോകത്തിൽ പ്രയാസിക്കുന്നവർക്ക് അനുഗ്രഹം പ്രാപിക്കട്ടെ. മക്കളില്ലാത്തവർക്ക് ഉത്തരഫലത്തെ കൊടുക്കട്ടെ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ സർവശക്തനായ ദൈവം തരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഗ്യവതേ മറിയാമേ ദൈവ Amen.
ജഗദീശ കൃപയാ തിരുക്കൺ പാർത്തോ താരാപുകരാമടികാത്തൻ പ്രാർത്ഥന തീർച്ചകളും നിവയെ കനിവുടെ കൈക്കൊണ്ടോ തെളിവ് ദേശത്തിൻ നരവരതൻ കർത്താവ് ശ്രീയവളോണമേ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചു ഏകസുവിൻ തൃക്കരങ്ങളിൽ അലിവാന്തർ പക്കലപേക്ഷയനേക്കേണം സർവക്കാലം സുവേലായുസു മറിയാമിൻ സ്മരണം ഭയനായകമാകാം പ്രാർത്ഥന ഞങ്ങൾ കർത്താവിനു കോട്ട പാലിക്കുമോ ദൈവപ്രസവേത്രേ കന്യകമറിയാമേ ഉയരുന്നോരാമേ സുഖപരിമളധൂപം തീടരുതേ പരിശുദ്ധി ഞങ്ങളിലാഭ്യത തോന്നിയിടാം കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പാത്താമട്ടം സെന്റ് മേരീസ് ചാപ്പലിന്റെ പ്രദക്ഷിണം ഈ ജംഗ്ഷനിൽ കടന്നു വന്നപ്പോൾ മനോഹരമായ കുരിശിനി ബൊക്കെയും ക്രമീകരിച്ചുകൊണ്ട് ഈ ദേശനിവാസികളായ ഏവരും ഈ റാസയ്ക്ക് ആവശ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയുണ്ടായി. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയാൽ ഈ ദേശത്തിനും ദേശനിവാസികൾക്കും
കൃപകൾക്ക് മേൽ കൃപകളെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷിപ്പാനും ആനന്ദിപ്പാനും ദൈവകൃപയും നിറയുവാനൊക്കെ പുതിയ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ദേശത്തെ അനുഗ്രഹിച്ച് ആസ്വദിച്ച് സ്വൈഹികമായ വാഴ്വ് നൽകുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ പെരുന്നാളാചരിക്കുന്ന ഈ ദേശത്തെ ദൈവമായ കർത്താവിന്റെ കൃപയാൽ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാർ യോഹന്നാൻ മാർത്താനായുടെ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശരണപ്പെടുന്ന ഈ ദേശവാസികൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനിയുടെ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ നടത്തുന്ന റാസയും പ്രദക്ഷിണവും എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ. പ്രദക്ഷിണം മുമ്പോട്ട് നീങ്ങുന്നു. സമയമിതല്ലോ മാർത്തോമ
പ്രദക്ഷിണം ഉടൻ തന്നെ പള്ളിയകത്തേക്ക് പ്രവേശിക്കുന്നതും ആശീർവാദത്തോടെ പ്രദക്ഷിണത്തിൻ്റെതായ ചടങ്ങുകൾ പള്ളിയകത്ത് അവസാനിക്കുന്നതുമായിരിക്കും.
ഈശോയുടെ അരി ഇപ്പോൾ ദൈവമേ എല്ലാ അനുഗ്രഹത്തിലുള്ള ഇത് കഴിക്കുന്നവർക്ക് ശ്രമിക്കുന്നവർക്ക് വാഴ്ചയിൽ നയിക്കണമേ. പഠിക്കുന്നവർക്ക് എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായി പറയുന്നു. രാവിലെ